ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിമ്പിളായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഓയിലോ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാൻ 2 മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് തന്നെ നമുക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതും നന്നായിട്ട് ആ ഒരു എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു പച്ചക്കുത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 2 മീഡിയം സൈസുള്ള സവാളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2 വലിയുള്ളിയും കൂടെ ഞാൻ ഇതാ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നേരെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് ആ ഒരു മസാലൻ്റെ ആ ഒരു പച്ചക്കുത്ത് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് അടിപൊളിയായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്നും കൂടെ മിക്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ കുറച്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5-8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ആവിയിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുത്ത് തരാം. അപ്പം ഇതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ മൊത്തത്തിൽ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറച്ചുകൂടെ വലിപ്പമുള്ള സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോഫ്റ്റ് ബ്രെഡ് ആണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടി പോകുമൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ ഇവിടെ വെള്ളം കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്നെങ്കിൽ അതിൽ മുക്കിയെടുത്തിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഫസ്റ്റ് ടൈം ഞാനൊന്ന് മുക്കിയെടുത്ത സമയത്ത് തന്നെ മസാല വെച്ച് ഞാൻ ചെയ്തെടുത്തപ്പം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ നോർമൽ ബ്രെഡൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്നിങ്ങനെ നനച്ച് കൊടുത്തിട്ടൊന്നിങ്ങനെ എടുത്താൽ മതി. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ അതിൽ മുക്കിയെടുക്കുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ്. നമുക്ക് റോൾ ചെയ്തെടുക്കാനോ ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് മൊത്തമായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ബ്രെഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഇനി നമ്മൾ വെള്ളത്തിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു ബ്രെഡ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്നുണ്ട്. നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, നമ്മൾ മുട്ട ഒന്ന് പീസാക്കി വെച്ചില്ലേ അതിലൊരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാൻ ബാക്കിയുള്ളത് പിന്നൊന്ന് മാറ്റി
അത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകുമെന്നുള്ളത് തോന്നിയിട്ട് ഞാൻ പിന്നെ ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ് പിന്നാക്കിയെടുത്തത്. അതാകുമ്പോൾ നമുക്ക് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ ഒരു എന്താ പറയുക ഉരുട്ടിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അത് സൈഡ്സൊക്കെ പൊട്ടി പോവുകയാണെങ്കിൽ പ്രശ്നമാവല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഷേപ്പ് മാറ്റി. അതാ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, ബോൾസാക്കി മാറ്റി എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഷേപ്പിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും വരാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ മൈദമാവ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, മൈദ ചേർത്താലും മതി, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 2 മുട്ട ആവശ്യമുണ്ട്. 2 മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടേൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലെക്സ് തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങൾക്ക് റസ്ക് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇവിടേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നേരെ എടുക്കുക. ഫസ്റ്റ് നമ്മൾ അരിപ്പൊടിയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് നേരെ മുട്ടൻ്റെ മിക്സിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മൊത്തം ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളിതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് എന്താ പറയുക, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും നല്ല രീതിക്ക് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വന്നാൽ മാത്രം മതി. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സൊക്കെ നമ്മൾ മുന്നേ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ആ ഒരു കോൺഫ്ലെക്സ് ഒന്ന് കരിഞ്ഞു പോവാത്ത രീതിയിൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഒന്ന് പൊരിച്ചെടുക്കാൻ. അപ്പം ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മൊത്തമായിട്ടൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചുവിട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയം ഇട്ടിട്ട് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വീട്ടിൽ മുട്ടയും അതുപോലെ തന്നെ ബ്രെഡൊക്കെ ഉണ്ടാകുന്ന സമയം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.